എന്റെ കിടക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂട് കൂട്ടിയേക്കോണോ? ഷീറ്റും എടുത്തിട്ട് ആ ഷീറ്റ് മാത്രമേ കറക്റ്റ് കിടക്കുള്ളൂ. അങ്ങനെ കിടത്തണം. നീ അതിന് വയലന്റ് ആക്കുന്ന എന്തിനാ എന്റെ കൊച്ചെ? അയ്യോ കീരിപ്പല്ലേ താഴത്തെ വലിയ പല്ലേ. അതിനെന്തിനിങ്ങനെ വയലന്റ് ആക്കുന്നേ? കൂട്ടൊക്കെ അങ്ങോട്ടാ. മിലോ കുഞ്ഞ് എന്നെ അമ്മയായിട്ട് ഇവനെ കളിക്കൂട്ടുകാരനായിട്ടും കൂടെ ജനിച്ച ആരോ ആയിട്ടാണ് കണക്കൂട്ടുന്നത്. എന്തൊരു ഗുസ്തിയാണ്. ഫുൾ ടൈം ഇവനുമായിട്ട് ഇങ്ങനെ ഗുസ്തി പിടുത്തമാണ്. എന്നിട്ട് കുറച്ചു നേരം ഇവനെ കണ്ടില്ലേ ഓടി ഇവന്റെ മുറി പോകും. ഭയങ്കര മിസ്സിംഗ് ആണ്. അവന്റെ കൂടെ കയറി കിടക്കും. പിന്നെ അവനെ പോയി ഇതുപോലെ കടിക്കും, ഗുസ്തി പിടിക്കും. ഫുൾ ടൈം ഇത് തന്നെയാണ് ഈ വീട്ടിലിപ്പോ നടക്കുന്നത്. ഒന്നും പറയണ്ട. ശരിക്കും രണ്ട് ബ്രദേഴ്സ് പോലെ ഇവരിപ്പോ ഇവിടെ ജീവിക്കും. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം. നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടും കേട്ടും പോകാം. എന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ആദ്യം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ വയനാട് ഇപ്പോൾ. ഇത് നമ്മുടെ മിലോ കുഞ്ഞിന്റെ ഡൈനിങ് ഏരിയ ആണ്. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ വന്നിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങ് വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുഡ് കൊടുക്കും. നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് ഉണ്ട്, അത് തീർന്നു ഏകദേശം. അപ്പം അതുകൊണ്ട് ഞാൻ അല്ലാത്ത ഇതിന്റെ കാറ്റ് ഫുഡ് കൊടുത്തേക്കുവാണ്. ഇനി മറ്റത് ചിക്കനൊക്കെ ചേർത്ത് വെജിറ്റബിളൊക്കെ ചേർത്ത് ഞാൻ തന്നെ അത് അങ്ങനെ റെഡിയാക്കി വെക്കാറുണ്ട്. അതിനെ റെഡിയാക്കണം. അപ്പൊ രാവിലെ അത് തിന്നും, പിന്നെ വെള്ളം കുടിക്കും. ഒത്തിരി ഇഷ്ടമാണ് മിലോയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ. എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡിയാ മിലോട്ടോ. ബെഡേക്കിനെ ബാക്കിയുള്ള സ്ഥലത്തോടെ ടേബിളൊക്കെ ഒന്നും നമ്മൾ കയറ്റത്തില്ല. വല്ലപ്പോഴും അവനെ ഇങ്ങനെ എടുത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇട്ട് കളിപ്പിക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതിന് തന്നെ ഒരു വീടുണ്ട്, അവിടെ മാത്രമേ അത് ഇരിക്കുകയുള്ളൂ. അതിന് നമ്മളെക്കാളും വൃത്തിയാണ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. 6 മണിയൊക്കെ ആയപ്പോ എണീറ്റു. അല്ലെങ്കിൽ ഞാനൊരു 6:30 കണക്കാക്കിയപ്പോ എല്ലാ ദിവസവും എണീക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ എണീറ്റിട്ട് ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തിന്റെ കൂടെ ഒരു മുട്ട ഫ്രൈ ചെയ്തു. അധികം എണ്ണയൊന്നും ഒഴിക്കാതെ. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഉണ്ടായിരുന്നു, അത് പിന്നെ നട്ട്സ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കഴിച്ചു. അല്ലാതെ നമ്മൾ പിന്നെ ഒത്തിരി ഷുഗർ ഇട്ട ചായ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം നമ്മൾ രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഇൻസുലിന്റെ, അതായത് നമ്മുടെ ബ്ലഡിലേക്ക് ഒത്തിരി ഷുഗർ കൂടിയിട്ട് ഒരു സ്പൈക്ക് ഉണ്ടാവും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം, ഒരു തളർച്ച, ഒരു തലവേദന, അല്ലെങ്കിൽ ഷുഗർ താന്ന പോലെ ഒരു ഫീല്, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലരെ സംബന്ധിച്ച് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അതായത് പിന്നെ ഷുഗർ നമ്മുടെ ബ്ലഡിൽ കുറെ പെട്ടെന്ന് കൂടിയിട്ട്, കാരണം കാർബോഹൈഡ്രേറ്റും നല്ല പഞ്ചസാരയിട്ട ചായയും എല്ലാം കൂടി ആകുമ്പോൾ എന്നിട്ട് ടപ്പൊന്ന് കുറയും. അങ്ങനെ ഒരു പ്രതിഭാസം നടക്കും. ചിലരെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് ദഹിച്ചിട്ട് അബ്സോർവ് ആയിട്ട് ഷുഗർ ബ്ലഡിലേക്ക് ആകുന്ന വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, അത് നോക്കുമ്പോൾ മില്ലറ്റ് ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമോ കഴിക്കുന്നെങ്കിൽ ചായേന്റെ കൂടെ പഞ്ചസാര കുറയ്ക്കുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ഇപ്പൊ ഞാൻ ഇടുന്നില്ല, ഷുഗർ കട്ടാണ്. തടിയും കൂടുന്നുണ്ട്, പ്ലസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തലവേദന എടുക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ, ഷുഗർ താന്നുണ്ട് പെട്ടെന്ന്, അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് വെജിറ്റബിൾ, ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ നമ്മൾ തലേ ദിവസം വെച്ച് തോരൻ കറിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ ചപ്പാത്തിന്റെ ഒക്കെ കൂടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തോരൻ കറി ആണെങ്കിലും അതും കൂടി കഴിച്ചു നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കൂടെ എന്തെങ്കിലും ഒരു എഗ്ഗും കുറച്ച് നട്ട്സും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബോറടിക്കത്തില്ല. വെജിറ്റബിൾ കൂട്ടി കഴിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തേങ്ങാ ചട്നി ആണെങ്കിൽ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. മൊത്തം കാർബോഹൈഡ്രേറ്റാ കഴിക്കുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും കൂടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ബ്ലഡിലേക്ക് ആകുന്നത് തടയാൻ പറ്റും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പം ഇന്ന് എനിക്ക് കുറേ ജോലിയുള്ള ദിവസമാണ്. അതുകൊണ്ട് തല കറങ്ങി കിടന്നാൽ ശരിയാകത്തില്ല, ഷുഗർ താന്ന് കിടന്നാൽ ശരിയാകത്തില്ല. പിന്നെ നമുക്ക് തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൈഗ്രെയിനിലേക്ക് മാറും. പിന്നെ കുറേ ബുദ്ധിമുട്ടാവും, നമുക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ നമ്മളിങ്ങനെ ഓരോ ഓളം വെട്ടിയ പോലെ ആയി പോകും പെട്ടെന്ന് ഷുഗർ അങ്ങനെ താന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഡയബറ്റിക്കോ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും പലർക്കും ഈ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾ രാവിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ നട്ട്സ് ഐറ്റംസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ പിന്നെ അങ്ങനെയുള്ളവരൊരു രാവിലെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ, ഷുഗർ കഴിക്കാതെ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പം ജോലികളൊക്കെ ചെയ്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ 1-2 ബനാന പുഴുങ്ങി തിന്നാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ ജങ്ക് ഫുഡൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങനെ പുഴുങ്ങിയിട്ട് ബോയിൽ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനെ നമുക്ക് തടയാൻ പറ്റും.
ഇന്ന് നമുക്ക് കുറേ ജോലികളുണ്ട്. അപ്പൊ രാവിലെ ഞാൻ എണീറ്റു, നമ്മുടെ പെറ്റ്സിനൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു, ഡോഗിനൊക്കെ കൊടുത്തു, അതുപോലെ നമ്മുടെ ക്യാറ്റ് കുഞ്ഞിന് 2 വട്ടം കൊടുത്തു. അങ്ങനെയാണ് അതിന് വേണ്ട ഫുഡ് അത് സോപ്പടിച്ച് മേടിച്ച് ഇങ്ങനെ ബബർ ഫിഷ് കളിക്കും പോലെ ഇങ്ങനെ പന്ത് പോലെ ആയിട്ട് സ്നേഹപ്രകടനം നമ്മുടെ ചുറ്റും റൗണ്ട് അടിച്ച് കറങ്ങി നടന്ന് അല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ട് പിടിച്ചു കയറും പോലെ കയറി അങ്ങനെയൊക്കെ ഭയങ്കര സോപ്പടി വീരനായി കേട്ടോ. എന്നിട്ട് അത് ഭയങ്കര സോപ്പടി വീരനാട്ടോ. എന്നിട്ട് സോപ്പടിച്ച് അതിന് വേണ്ടത് എന്താന്ന് വെച്ചത് മേടിക്കും. പിന്നെ അതിന് നമ്മളെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ വട്ടം കറങ്ങി എടുക്കുന്ന പറഞ്ഞ് നമ്മുടെ മേത്തോട്ട് ആണ്ട് പൂണ്ട് കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് മസാജ് അതിന് വേണ്ട കുറേ നേരം മസാജ് ചെയ്ത് അതിന് ഒരു മാനസികമായിട്ട് അതിന്റെ ഹാപ്പി കിട്ടണം. എന്നിട്ട് പിന്നെ അത് ഇറങ്ങി പിന്നെ അത് അതിൻ്റെതായ രീതിക്ക് എന്നാലും ഫുൾ ടൈം അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒബ്സർവേഷൻ ആണ്. എന്റെ പുറകെ രാവും പകലും ഇങ്ങനെ നടപ്പാണ്. ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ ചൊട്ടി വന്ന് കിടക്കും. വാതിലടയ്ക്കാൻ പറ്റില്ല, ചാരി ഇടാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഡോർ കുറ്റിയിട്ടിട്ട് ബാത്റൂമിന്റെ ഡോർ ചാരി ഇട്ടിട്ട് അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല, മാന്തി പൊളിക്കും. അവിടുത്തെ പെയിന്റും കളയും എല്ലാം കളയും. അങ്ങനെയാണ് എല്ലാ കാര്യം അങ്ങനെയാണ്. നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും. 2 വട്ടം ഇപ്പം പിന്നെ അതിന്റെ സ്പെഷ്യൽ ഫുഡും മേടിച്ച് കഴിച്ചു, അല്ലാത്ത ഫുഡും മേടിച്ച് കഴിച്ചു, എല്ലാം കഴിച്ചിട്ട് ഇതിൽ കറങ്ങി നടക്കണേ. എങ്ങനെ പിന്നെന്താ നമ്മുടെ ബേഡ്സിന് ഫുഡ് കൊടുക്കാൻ പോകണം. അത് കൊടുത്തിട്ടില്ല. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. അത്യാവശ്യം നമ്മൾ മുകളിലേക്ക് പാക്ക് ചെയ്യാൻ പോകാനുണ്ട്. അപ്പൊ ആ കൂടെ തന്നെ കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പൊ നമുക്ക് കുറേ ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഓർഡർ പാക്ക് ചെയ്യണം, എന്നിട്ട് പോകണം. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എലിസബത്ത് ജിജി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ എറണാകുളത്ത് നിന്നുള്ളത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ, ഫേസ് വാഷ് പൗഡർ, മില്ലറ്റ്, ഗീ, അതുപോലെ പപ്പായ 3 എണ്ണം, സോപ്പ്, കറിമഞ്ഞൾ, ആശാലേരി, അതൊക്കെയാണ് കേട്ടോ. ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. പപ്പായ സോപ്പ് 3 എണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ആരാധന സുനില് പാലക്കാട് എന്നുള്ളതാണ്. അത് ആവശ്യപ്പെട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് പിങ്ക്, അതുപോലെ തന്നെ മോയ്സ്ചർ, ഗീ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വി വാക്സിൻ, പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഫേസ് മസാജ് ഓയിലും കൂടിയാണ്. അതുപോലെ നമ്മുടെ ആരാധന സുനില് പാലക്കാട് നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് പിങ്ക് കളറ്, മോയ്സ്ചർ ഉണ്ട്, അതുപോലെ ഗീ ഉണ്ട്. ഗീ എല്ലാവരും നമ്മുടെ ഇടുന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. അത്ര നല്ല ഗീ മസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം. എന്നാലും നമ്മുടെ ശരീരമൊക്കെ നല്ല തളിര് പോലെ തുടുതുടൂന്ന് ഇരിക്കത്തുള്ളൂ. ചോരയൊക്കെ ഓട്ടമൊക്കെ ഉണ്ടായി കുറച്ച് ഒത്തിരി നല്ലതാണ്. വൈറ്റമിൻ ഡിക്കും കുറേ മിനറൽസ്, വൈറ്റമിൻ ഡി ഒക്കെ നമ്മുടെ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ, പ്ലസ് കൊളാജൻ കൂടാ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ മുതുക്കിലെ കളവിയാകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഗീ ഒക്കെ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ ഒരു ദിവസം കഴിച്ചാൽ മതി. ഏതെങ്കിലും ഫുഡിന്റെ കൂടെ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ഇടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇടും, ഇല്ലെങ്കിൽ ഞാൻ കറികളിൽ ചേർക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ഡയറക്റ്റ് കഴിക്കില്ല. എനിക്ക് എന്റെ ചൊവ്വ ഡയറക്റ്റ് കഴിക്കാനേ പറ്റില്ല. എന്റെ കൂട്ടുകാരി 5 രാവിലെ തന്നെ പറയുക, അവൾ എന്റെ അടുത്ത് ഒത്തിരി ഗീ മേടിക്കും കേട്ടോ. അത് വാരി തിന്നു. എങ്ങനെ തിന്നുന്നു എന്ന് എനിക്കറിയത്തില്ല. അവൾക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെ കഴിക്കാൻ. ഞങ്ങളോട് എപ്പോഴും പറയാം അങ്ങനെ കഴിക്കില്ലേ എന്ന്. അവൾ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് വെറുതെ വായിലിട്ടിട്ട് കഴിക്കാൻ നമുക്ക് പറ്റുമെന്ന്. എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഡയറക്റ്റ് അതിന്റെ ടേസ്റ്റ് പറ്റത്തില്ല. പക്ഷെ കറികളിലോ ചപ്പാത്തിയിലോ അപ്പത്തിലോ ഒക്കെ തേച്ചിട്ട് കഴിച്ചാൽ എന്നാ രുചിയാണെന്ന് ചൂടായി കഴിയുമ്പോൾ അല്ലെ, കുറച്ചായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഗീനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മേടിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് അത് അതിന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ നല്ല അമേസിംഗ് ആണ്. അങ്ങനെ ഒറിജിനൽ ഗീയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മേടിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ ഓയിൽ ചേർത്ത് ഈവൻ വെളിച്ചെണ്ണയെ കുറിച്ചൊക്കെ ഇപ്പൊ ഒത്തിരി വരുന്നില്ലേ, മൊത്തം മായം ചേർത്തിട്ടാന്നുള്ളത്. വെളിച്ചെണ്ണ ശുദ്ധമാണോ എന്ന് അറിയാൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂറിനുള്ളിൽ അത് ഉറയ്ക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ വെള്ള പാല് പോലെ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറയുന്നു. അതിനൊരു നമ്മൾ തന്നെ ആട്ടിക്കുമ്പോൾ അറിയാം, അതിനങ്ങനെ പ്യോർ വെള്ള കളറൊന്നും അല്ല, വേറൊരു കളറാണ് വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജ് വെച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ ഉറയ്ക്കുകയും ചെയ്യും. ഉറയ്ക്കണ വെളിച്ചെണ്ണയാണ് സേഫ്. ഉറയ്ക്കാത്ത യൂസ് ചെയ്യാനേ പാടില്ല. അതിൽ എന്തൊക്കെയോ പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് 1 രൂപയ്ക്ക് 1 കിലോ കിട്ടുന്ന സാധനം ഉണ്ട്, ഒരു മായം. അതാണ് ആഡ് ചെയ്തിട്ട് വരുന്നതൊക്കെ. ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒന്നുകിൽ നിങ്ങൾ ആട്ടിച്ചെടുക്കുക. ഞാനൊക്കെ അങ്ങനെയാ, അമ്പലത്തിൽ പോയിട്ട് തേങ്ങ മേടിച്ചിട്ട് ആട്ടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് തേങ്ങ മേടിച്ചിട്ട് കൊപ്ര മേടിച്ചിട്ട് നമ്മൾ ആട്ടിച്ചെടുക്കും. നമ്മൾ പോയി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, അതിനകത്ത് അവര് മായം ചേർക്കാതെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നിട്ട് ആട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഒഴിച്ചു വെക്കണം. എന്റെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ അങ്ങനെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഹെയർ ഓയിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആശാളിയേരിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുള്ളിക്കാരി ചോദിച്ചിരിക്കുന്നത്. പിന്നെ ശാന്തിക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള കസ്തൂരി മഞ്ഞൾ, ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് പിങ്ക്, മില്ലറ്റ് എല്ലാവരും മേടിക്കുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ മില്ലറ്റ്. ധാന്യങ്ങള് ഉറപ്പായിട്ട് കഴിക്കണം. ഹെൽത്ത് അല്ലേ പ്രധാനം.
പിന്നെ അത്യാവശ്യം പൈസയും വേണം, ഹെൽത്തും വേണം. എന്നാൽ പിന്നെ സമാധാനം നമ്മുടെ കൂടെ വരും. അങ്ങനെയാണ്. മില്ലറ്റ്സ് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ലതാണ് ധാന്യങ്ങൾ, നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം കുറച്ചൊന്ന് തളിര് പോലെ ആവണമെങ്കിൽ, വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ, അതുപോലെ കൊളാജൻ ഉണ്ടായാലാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി കൂടത്തുള്ളൂ, സ്കിന്നൊക്കെ നല്ല ടെമ്പറായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ചെറുപ്പത്തിലെ തന്നെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു മുതുകിലെ കിളവി പോലെ ആയി പോകും. പിന്നെ പ്രായം കൂടുന്തോറും പറയാൻ വേണ്ട, ചുളിവായി, അതായി ഇതായി. എത്രയൊക്കെ മേക്കപ്പ് ഇട്ടാലും മറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എത്രയൊക്കെ എന്താ പറയാ വാരി പൊത്തിയിട്ടിട്ടുണ്ടെങ്കിലും ചുളിവ് പോലെ തന്നെ ഇരിക്കും. അതിനെ ഫില്ല് ചെയ്യുന്ന ഒരു പരിധിക്കുള്ളിൽ പറ്റൂല. അങ്ങനെയാണ്. കുറച്ച് നേരത്തേന് പറ്റും നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ആ വരയെല്ലാം അതിനകത്തോടെ വരഞ്ഞിരിക്കും. മേക്കപ്പ് എല്ലാം അതിനകത്ത് വീണ അങ്ങനെയുള്ള രീതിയിലേക്കാവും. അപ്പൊ നമ്മുടെ ശരീരത്തിന് അതിലൊക്കെ ബെറ്റർ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത്യാവശ്യം നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടുന്ന വിധത്തിൽ, കൊളാജനൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിധത്തിൽ, വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്ന വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള ആ ഒരു ബ്യൂട്ടിയും ഹെൽത്തും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും മില്ലറ്റ്സ് കഴിക്കണം. ഗീ ഒക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് ഗീ ഒക്കെ നമ്മൾ കഴിക്കണം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഒരു ദിവസം മതി. എന്തായാലും മേടിച്ച് കഴിക്കണം. ശുദ്ധമായ ഗീ ആയിരിക്കണം നിങ്ങൾ കഴിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ നല്ല വിലയുണ്ട് കൊപ്രയ്ക്ക്. അപ്പോൾ ഒരു 2-3 കിലോ ഒക്കെ ആട്ടിയാലാണ് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല പൈസ ചെലവ് വരും ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക്. ഒറിജിനൽ വെളിച്ചെണ്ണ കഴിച്ചിട്ടേ കാര്യമുള്ളൂ, ഒറിജിനൽ വെളിച്ചെണ്ണ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത്. നിങ്ങളും അത് തന്നെ. ഒന്നെങ്കിൽ അത്ര ഉറപ്പുള്ളവരെ മേടിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൊപ്ര മേടിച്ചിട്ട് ആട്ടിയെടുക്കണം. അങ്ങനെയാണ്. പണ്ട് നമ്മൾ വെളിച്ചെണ്ണ സെയിലുണ്ടായിരുന്നു, കൊപ്ര കിട്ടാനില്ല. പിന്നെ ഇത്രയും വില കൊടുത്ത് ആരും മേടിക്കത്തില്ല. ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും വില കുറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ മതി എന്നുള്ള ഇതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കാം, അറിയത്തില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അത്രയും കൊപ്ര കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോ കൊപ്ര കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ വിലയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ കൊടുത്തു തുടങ്ങും. പണ്ട് നമ്മൾ ഒത്തിരി കൊടുക്കുന്നുണ്ടായിരുന്നു ഒറിജിനൽ വെളിച്ചെണ്ണ. എങ്ങനെയൊക്കെ അത് നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ബിജേഷ് ബാബു കോഴിക്കോട് നിന്നുള്ളത് കറിമഞ്ഞളും അറിയാലോ, ശുദ്ധമായ കറിമഞ്ഞളാണ്. വയനാട്ടിലെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മഞ്ഞളാണ്. അത് കഴുകി പാറ്റി പെറുക്കി വെച്ചേക്കുന്നതാണ്. അതാണ് നമ്മൾ പൊടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. കുറുക്കുമിനുള്ള മഞ്ഞൾ കഴിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. കറിമഞ്ഞൾ ഇതുപോലെ ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതാണ്. അതായത് കറിമഞ്ഞളിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകമാണ് നമുക്ക് പ്രയോജനം കിട്ടുന്ന സാധനം. രോഗപ്രതിരോധ ശേഷിയും നമുക്ക് പ്രയോജനം കിട്ടുന്ന വൈറ്റമിൻസും മിനറലൊക്കെ ആയിട്ട്. അപ്പൊ ഈ സാധനം മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അത് ഭയങ്കര പൈസയ്ക്ക് കയറ്റി അയക്കും. പിന്നെ അതിന്റെ ചണ്ടി ഉണ്ടല്ലോ, ചണ്ടിക്ക് വേറെ ഒരു കളറായിരിക്കും. അപ്പൊ അതിന് മഞ്ഞളാക്കണല്ലോ. അതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ കളറല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മണവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കലും ചേർക്കുമ്പോഴാണ് ഇതിന് മഞ്ഞ കളർ വരുന്നത്. അങ്ങനെ ചേർത്തിട്ട് ടോട്ടലി ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് ആണ് പോലും പുറമെ അങ്ങനെ വിൽക്കപ്പെടുന്നത്. എല്ലാവരും അല്ല. അപ്പൊ ആരാണ് ഒറിജിനൽ വിൽക്കുന്നത്, ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, കമ്പനിക്കാർ. അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി മേടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞൾ മേടിച്ചിട്ട് ഉണങ്ങി പൊടിച്ച് അങ്ങനെ പാക്ക് ചെയ്ത് മേടിക്കുക. അതാണ് ഏറ്റവും സേഫ്. അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് കസ്തൂരി നമ്മളുടെ അടുത്തുനിന്ന് ഒത്തിരി കറിമഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മൾ വയനാട്ടിൽ നിന്ന് കർഷകനെ ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി പൊടിച്ചിട്ട്, എൻ്റെ അനിയത്തി കൊച്ചിന് മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി പൊടിച്ചിട്ട് യൂഷ്വലി നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ റീജ പി കണ്ണൂർ എന്നുള്ളത് മില്ലറ്റ്സ് 2 കിലോ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പാക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ശ്രീ പാർവതി പത്തനംതിട്ടയിൽ നിന്നുള്ള കസ്തൂരി മഞ്ഞൾ 100 ഗ്രാമും ഗീ 1/2 കിലോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിഷ സജി കൊല്ലത്ത് നിന്നുള്ളത് പിന്നെ നമ്മുടെ മോയ്സ്ചറും ലിപ്സ്റ്റിക് പിങ്കും പപ്പായ സോപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പാക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ സിറിൽ കുമാർ തിരുവനന്തപുരത്ത് നിന്നുള്ളത് ഗീ 1 കിലോ വെബ്സൈറ്റിൽ ഓർഡർ തന്നേക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇതുപോലെ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്, അതെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്യാം, കാർട്ടൂൺ ഇടാം, നമ്മുടെ പാക്കിംഗ് കവറുകളുണ്ട് ഇവിടെ, അതെല്ലാം എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് കിളികളുടെ അടുത്ത് പോകാം. കിളികളുടെ വിശേഷമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അശ്വൻ കൊച്ച് കീ കൊടുത്ത ഓടുന്ന വാലുള്ള ഒരു സാധനത്തിന് മേടിച്ചിട്ട് വന്നു ഇതിനെ കളിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അത് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയായിട്ട് പാമ്പ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് ഓടും. അത് കണ്ടാവും ഭയങ്കര ചിരിയായിരുന്നു. പാക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. ഈ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ പേര് ഞാൻ അങ്ങ് മടക്കി വെക്കും. കാരണം ഇത് കൊണ്ടു കൊടുക്കുന്നവരെ കണ്ട് പ്രലോഭനം കയറിയിട്ട് ഇത് പൊട്ടിച്ചെടുക്കണ്ടെന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പൊട്ടുന്നതും അത് ലീക്കാവുന്നതൊക്കെ ഞാൻ കാർട്ടൂണിലേക്കാണ് ഇടുക. ഇത് കുഴപ്പമില്ലാത്തൊക്കെ ഇങ്ങനത്തെ പാക്കിംഗ് കവറുകളിൽ. എന്നിട്ട് വെയിറ്റും കൂടി നോക്കിയിട്ട് അതിലും എഴുതും, അതുപോലെ നമ്മുടെ ബുക്കിലും നോട്ട് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഓരോ പ്രൊഡക്റ്റും ഞാൻ പാക്ക് ചെയ്യുന്നത്.
ആദ്യം ഞാൻ ഈ സ്ലിപ്പുമായിട്ട് നടന്നിട്ട് എല്ലാം ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ ഒന്നോടെ ഇങ്ങനെ കൺഫേം ചെയ്യും, ഓരോന്ന് നോക്കിയിട്ട് ഡ്രസ്സിന്റെ അടിയിൽ എഴുതിയേക്കണ ലിസ്റ്റ് പ്രകാരം. പിന്നെ അത് നോക്കിയിട്ട് പിന്നെ ഗീയും അതുപോലെ കറിമഞ്ഞളൊക്കെ ആണെങ്കിൽ അത് ഞാൻ ഒരു കവറിലേക്കും കൂടി ഇങ്ങനെ ഇൻ കേസ് പൊട്ടുവോ എന്തെങ്കിലും ലീക്ക് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കവറിലല്ലേ ആവുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളിലേക്കൊന്നും ആവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് കറിമഞ്ഞളും ഗീയും ഒക്കെ ഞാൻ ഇതുപോലെ ഒന്നോടെ പാക്ക് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഔഷധ കാപ്പി ബാക്കിയുള്ളത് കുഴപ്പമില്ലാത്തതൊക്കെ പൗഡറുകളൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ വെക്കും. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്ററും കൊണ്ട് കാർട്ടൂൺ നന്നായിട്ട് പല വലുപ്പത്തിലുള്ള കാർട്ടൂൺ ഇവിടെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് പിന്നെ നമ്മുടെ സ്ലിപ്പ് വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അതും കൂടി. അപ്പം ഇങ്ങനെ അത്രയാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സമയമാകും എല്ലാം നോക്കി എടുത്ത് പിന്നെ വെയിറ്റ് നോക്കി അങ്ങനെ. പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ടേബിളിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവിടെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും. പിന്നെ അവിടെ നിന്നോടെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ബാഗുകളിലാക്കിയിട്ട് നേരെ ഒന്നെങ്കിൽ ബെന്നിച്ചേട്ടനെ വിളിച്ചു വിടും, ഇല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടി പോകും. അങ്ങനെയാണ്. ഇന്ന് നമുക്ക് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എപ്പോഴെപ്പോഴും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഫിഷൊക്കെ അധികം ഞാനിപ്പോൾ കറി വെക്കാൻ മേടിക്കുന്നത്. അപ്പം അതൊക്കെ ഉണ്ടാവും. പിന്നെ ഡോഗ്സിനൊക്കെ ഉള്ള ചിക്കൻ അങ്ങനെ അങ്ങനെയൊക്കെ മേടിക്കാനുണ്ടാവും. അച്ഛനെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ നല്ലതൊന്ന് നോക്കി ചിലപ്പോൾ എടുത്തുകൊണ്ട് വരില്ല, അവർ പറ്റിച്ചും വിടും. അങ്ങനെയാണ്. അപ്പം നമ്മളും കൂടി പോവുകയാണെങ്കിൽ അടികൂടി പിടികൂടിയൊക്കെ നമുക്ക് നല്ല സാധനങ്ങൾ തന്നെ മേടിച്ചെടുക്കാറോ. അതുകൊണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാനും കൂടി പോയി എടുക്കുന്നതൊക്കെ തന്നെ എനിക്കൊരു മാനസിക തൃപ്തി. എസ്പെഷ്യലി നോൺ വെജ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ സാധനങ്ങളൊക്കെ അങ്ങനെ. പിന്നെ അത്യാവശ്യത്തിന് അവനെ ഞാൻ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് ഓരോന്നോരോന്ന് പാക്ക് ചെയ്യാം. ഒത്തിരി നേരം നിന്ന് തന്നെ നമുക്ക് ജോലി ചെയ്യാണ്ട്. ഇതൊന്നും നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇതാണെങ്കിലും പിന്നെ ബാക്കിയുള്ള വീട്ടുപണികളും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഒത്തിരി നേരം നിൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് നമുക്ക് കാലിലൊക്കെ ഭയങ്കര. അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്യുക. പിന്നെ ഒത്തിരി നേരം നിൽക്കാതെ കുറച്ചെങ്കിലും ഒക്കെ ഇരിക്കാൻ ശ്രമിക്കുക. ഇരിക്കുമ്പോഴും കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചില എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കാഫ് മസിലിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരെ മുകളിലേക്ക് പോകുന്നു. ഇത് 2 പക്ഷിക്കുഞ്ഞുങ്ങളാണ്. രണ്ടുപേരും നമ്മളോട് ഇണങ്ങി തുടങ്ങിയതാണ്. പക്ഷെ നിങ്ങളെ ഫുഡ് കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് റിസ്ക് ആണ്. ഭയങ്കര തിരക്കും ആക്രാന്ത വെപ്രാളമാണ്. അപ്പം നമുക്ക് ഇവിടെ 1 ml സിറിഞ്ചുണ്ടായിരുന്നു, അതെന്തോ കേടായി പോയി. അപ്പൊ ഞാൻ 2 ml മേടിച്ച കുറച്ച് ടൈറ്റ് ആണ്. അതുകൊണ്ട് ഭയങ്കര പാടാണ് നിങ്ങൾക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ. ഒത്തിരി പെട്ടെന്ന് ഫോഴ്സിൽ പുഷ് ചെയ്യാനും പേടിയാ, എങ്ങാനും തൊണ്ടയെ കുടുങ്ങി എന്തെങ്കിലും പറ്റിപ്പോയാലോ. അതുകൊണ്ട് വളരെ സ്ലോയിൽ ശ്രദ്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇപ്പൊ ഫീഡാണ് കൊടുക്കുന്നത്. വലിയ പശുക്കുഞ്ഞ് ഇത് റിയോ, വലിയ പശുക്കുഞ്ഞ് അല്ലാത്ത പിന്നെ ഫീഡ് അല്ലാതെ ബാക്കിയെല്ലാം പിന്നെ അതിൻ്റെതായ തീറ്റകളെല്ലാം നട്ട്സ് വർഗ്ഗങ്ങളെല്ലാം എടുത്തു തുടങ്ങി. പിന്നെ ഞാൻ ആപ്പിളും പേരയ്ക്കും പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും. അതും കഴിച്ചു തുടങ്ങി. കുഞ്ഞ് ഒന്നും കഴിച്ചു തുടങ്ങിയില്ല. ഈ ഹാൻഡ് ഫീഡ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണ്. 2 വീരന്മാരാണ് കേട്ടോ. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനായിട്ടില്ല. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നല്ല ഭംഗിയാണല്ലേ കാണാൻ, എന്ത് രസമാണ്. ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ എടുത്ത് വളർത്തുവാണെങ്കിൽ നന്നായിട്ട് നമ്മളവിടെ ഇണങ്ങി കിട്ടും. ഭയങ്കര റേറ്റ് ആണ് ഈ പശുക്കുഞ്ഞുങ്ങൾ. കുഞ്ഞ് അരിമ്പ് കിളികൾക്കാണെങ്കിലും ഭയങ്കര റേറ്റ് ആണ്. പക്ഷെ നല്ല രസമാണ്, നന്നായിട്ട് ഇണങ്ങും. ഇണങ്ങുന്ന പശുക്കുഞ്ഞുങ്ങൾ വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഇതിന് മുന്നുണ്ടായിരുന്ന പശുവിനെ അങ്ങ് തിരിച്ചു കൊടുത്തത്. കാരണം അതൊട്ടും ഇണങ്ങൂല. അപ്പൊ അതിനെ ഇങ്ങനെ പൂട്ടിയിടുമ്പോൾ ഭയങ്കര ദ്രോഹമല്ലേ. ഇതെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഒരു സാങ്ച്വറി തന്നെയുണ്ട്. അതുകൊണ്ട് വിശാലമായ ഏരിയയാണ് ഈ പുറകിലത്തെ ബാൽക്കണി. നമുക്ക് യൂസ് ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇവിടെ മുഴുവനും ചെടി പിടിപ്പിച്ചേക്കുവാണ്. ആ കൂടെ ഇതുപോലെയുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പൂച്ച അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഞാനിവിടെ. അവർക്കുള്ള വീടാണിത്. ആ ഒരു രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവർക്ക് നിറച്ച് പറന്ന് നടക്കാം. ചുറ്റിലാണ്. പിന്നെ ഗ്രില്ല് അടച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇവിടെ വലിയ വിശാലമായ ഒരു പിന്നെ ഏരിയ ആണിത്. അപ്പൊ അവർക്ക് പറന്ന് നടക്കാം, ഫ്രീഡം ഉണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഒരു ലോകമാണ്. അങ്ങനെയാണ്. അപ്പൊ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇവർ നന്നായിട്ട് ഇണങ്ങിയതാ. ഭയങ്കരമായിട്ട് നമ്മളെ മിസ് ചെയ്യുന്ന കൂട്ടരാ. പക്ഷെ ഇന്ന് താഴോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ പൂച്ച പിടിക്കും. എപ്പോഴാ ക്യാറ്റിന് ദേഷ്യം കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് പിടിക്കും. പ്ലസ് ഇത് അപ്പിയൊക്കെ ഇടൂലേ എല്ലായിടത്തോടെ. അപ്പൊ ഞാൻ താഴേക്ക് വളരെ അപൂർവം വല്ലപ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങാനൊന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ ഇവിടെ ഒത്തിരി സൗകര്യമുണ്ട്. ഇവരുടെ ഒരു സാമ്രാജ്യത്തിലേക്ക് നമുക്ക് വന്നിരിക്കാമല്ലോ. അപ്പൊ ഞാൻ അവരെ താഴേക്ക് കൊണ്ടുവരത്തില്ല. അങ്ങനെയാണ്. നല്ല രസമാണ്. ഇടയ്ക്ക് മിലോനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും നമ്മളുള്ളപ്പോ. അങ്ങനെയാണ്. നല്ല രസമാണ്. എന്തായാലും കണ്ടു നോക്ക് കൂട്ടുകാരെ. അപ്പൊ പനിക്കുന്നുണ്ടോ ചേച്ചി? പനിച്ചിട്ടുണ്ടോടാ? പനിച്ചിട്ടുണ്ടോ? തലയ്ക്ക് ചൂട് അപ്പൊ തലയിൽ കുത്തും പനിയാ? എന്തിനാ അവളെ ഉപദ്രവിക്കുന്നേ? പിള്ളേർ കൊച്ചുണ്ട്. കാലം കൊണ്ട് കഴുത്തേ കുത്തി പിടിക്കുന്നു. അങ്ങോട്ട് കുത്തി മാറ്റുന്നു. മത്തേ എന്നാ പോലെ ചൂട്? ഇച്ചിരി പനിക്കുന്നുണ്ടോ? ഇനി തലക്കുറ്റം പനിയാണോ? അമ്മന്റെ പൊന്നിന്റെ തലക്കുറ്റം പനിയാണോ? അപ്പൊ ആശുപത്രി കൊണ്ടുപോണോ? എന്റെ കമ്മല് ഫൈറ്റാണോ?
ഇവിടെ എന്താ നടക്കണ എന്റെ മുടീന്റെ മുകളില്? ഒരാള് പറക്കാൻ പഠിക്കും. ഒരാള് പറക്കാൻ പഠിക്കുന്ന സീനായിട്ട്. അമ്മമാര് കൂട്ടിയിട്ട് പുറത്തിട്ട് പറക്കാൻ പഠിപ്പിക്കും പോലെ ഇതിപ്പോ എന്റെ തലയിൽ കയറി എന്താണ് പറക്കാൻ പഠിക്കുന്നത്? എന്താ നിനക്കെന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? എന്റെ ചെവിന്ന് മാറ്. മുടിക്കകത്ത് കയറി പമ്മി കയറിയിരിക്കുന്നത്, അതാണ് അതിന്റെ ആഗ്രഹം. എന്നിട്ട് കാതയിൽ ഇങ്ങനെ കിരികിരികിരിന്ന് പിടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ കമ്മല് കൊത്തിക്കൊണ്ടിരിക്കും. അയ്യോ ഓർണെന്തേ? ഇതാണ് കൂട്. ഓർണെന്തേ? അതെന്റെ മുടിക്കകത്ത് കയറി കിടക്കുന്നു. ദേണ്ടേ, ഇതൊക്കെ മുടി ഭയങ്കര ഇഷ്ടം. മുടിക്കകത്ത് ഇങ്ങനെ കൂട് കൂട്ടുമ്പോൾ ചകിരിനാരെന്ന് അവർ തോന്നിയിട്ടായിരിക്കും. ഗുണ്ടയോ? നീ ആരോ ഗുണ്ടയോ? നീ ആരോ ഗുണ്ടയോ? 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 നീ ആരോ ഗുണ്ടയോ? ഗുണ്ട കളിക്കുക? ഗുണ്ട കളിക്കുക? ഗുണ്ട കളിക്കുക? ഗുണ്ട കളിക്കും. അതിനിവിടെ തന്നെ ഇരിക്കണം. മറ്റേ കുഞ്ഞെന്തേ? പോ. എത്ര മണിക്കൂർ വേണേ ഇതിനകത്ത് ഇരുന്നോളും. ഇത് ശരിക്കും പറഞ്ഞാൽ 1 മാസം കഷ്ടിയായിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളോട് നന്നായിട്ട് ഇണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിലേക്കാളും കളർ കൂടുതൽ ഇതിനാണ്. വേറൊരു ടൈപ്പാണ്. രണ്ടും പൈനാപ്പിൾ കുന്നൂറ് തന്നെയാണ്. എന്നാലും ഒയ്യോ, പോരുകുത്ത് പോരുകുത്ത് പോരുകുത്ത്. അതിന്റെ കഴുത്തെ കുത്തിപ്പിടിച്ച ഇത് ഉപദ്രവിക്കുന്നേ. വാ, എന്താ നിനക്ക്? ഇതിന്റെ ചെവിയേൽ എന്താ പരിപാടി? ഇവിടെ കയ്യിലിരുന്നു. ആ കൊച്ചു കയ്യിലിരുന്നു. കൊച്ചിന് പക്ഷെ നല്ല ചൂട് തോന്നണുണ്ടല്ലോ. കൊച്ചിന് പനിയാണോ? അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കണോ? ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. നിനക്ക് എന്നെ എന്റെ ചെവിയിൽ എന്റെ കമ്മലേന്ന് പരിപാടി? ഇവിടെ ഇരുന്നാ മതി. ഇതിനും അങ്ങോട്ട് തന്നെ പോണം. ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. ഗുണ്ട കളിക്കല്ലേ, ഗുണ്ട കളിക്കല്ലേ. ചൂടുണ്ടല്ലോ അപ്പൊ തലയ്ക്കൊക്കെ ഒരു ചൂടുണ്ടല്ലോ. എന്താ തലയ്ക്കൊരു ചൂടുണ്ടല്ലോ കൊച്ചിന്? എന്നാ പനി പിടിച്ചോ? കുശുമ്പ് കുശുമ്പ് കയ്യിലെടുക്കുമ്പോ അതിനാവണോ എന്ന? എന്തൊരു കുശുമ്പാ നിനക്ക്? കുറച്ച് നല്ലല്ലോ കുശുമ്പ്. എന്നിട്ട് കണ്ടോ കാല് വെച്ചിട്ട് കഴുത്തേല് വെച്ചേക്കണുണ്ടോ? കണ്ടോ എന്നാ ഗുണ്ടയെന്ന് നോക്കി. കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കോ നീ? കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കോ? ഇപ്പൊ അങ്ങോട്ട് പോണം. ബെസ്റ്റ്. മുത്തേ, ഗുണ്ടയാണോ നീ? ഗുണ്ടയാണോ? ഗുണ്ടയാണോ? ഗുണ്ടയാ? ഗുണ്ടയാ? നീ ഗുണ്ടയാ? ഗുണ്ടയാ? നല്ല രസാട്ടോ. എന്നാലും ഇവരെടുത്ത് വന്നിരുന്ന എന്തോ ഒരു സമയമായാലും മടുക്കൂല. ഇനിയപ്പോ കുശുമ്പൊക്കെ ഉണ്ടാവില്ല പശുക്കൾക്ക്. കഴുത്തെ കുത്തിപ്പിടിച്ച് വാ, പാവം കളിങ്ങ് വാ. ഇത് വളർന്നു തന്നെ കൊണ്ടയാ. രണ്ടും കൊണ്ട് എന്റെ കമ്മല്. കുറച്ചു നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കൊറിയർ കൊടുത്തു. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു വാള കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. തോരൻ കറിയും ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരു ഏത്തപ്പഴം പുഴുങ്ങി അതുമായിട്ട് നേരെ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോന്നു. കുറച്ചു നേരം നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് കുറേ ക്ലീനിങ്ങും ബാക്കി ഡിന്നർ പ്രിപ്പറേഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി മെസ്സേജ് നോക്കാനുണ്ട്. അങ്ങനെ ഓരോരോ ജോലികൾ. പിന്നെയും വൈകുന്നേരം വീണ്ടും ഇവർക്ക് പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുക്കണം. ഈ രീതി തന്നെ 2 നേരം ഞാൻ ഡോഗ്സിന്, പിന്നെ ഇടയ്ക്ക് ഒരു സ്നാക്കും കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ പശുക്കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കും.
കൊടുക്കും. അങ്ങനെയാണ്. ഇടയ്ക്ക് നമ്മളും ഇതുപോലെ കഴിക്കും. അങ്ങനെ നമ്മൾ ഏത്തപ്പഴവും ചൂടുവെള്ളമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനി കുറച്ച് ജോലികൾ ഇവിടെ. അതിനുശേഷം നമുക്ക് ബെഡ്റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. 4 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക്, ചിലപ്പോൾ 3 ദിവസം അങ്ങനെ കൂടുമ്പോഴത്തേക്ക് ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും. റൂം ഒരു 2 ദിവസം കൂടുമ്പോഴത്തേക്ക്, എല്ലാ ദിവസവും താഴത്തെ നിലയും റൂമും അടിക്കും. 2 ദിവസം അല്ല ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ എല്ലാം തുടയ്ക്കും. അങ്ങനെയാണ്. പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മൊത്തം ഞാൻ മാറാലിയൊക്കെ തട്ടിയിട്ട് വീട് മൊത്തം ഒരു ദിവസം എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യും. കുറേ പേര് എന്നോട് കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് വാട്സപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് എന്തായാലും എഴുതിയിടണം. ലൈക്ക് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഞാൻ നോക്കിയിരിക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമന്റ് വായിക്കുന്ന, റിപ്ലൈ തരുന്നതൊക്കെ. അതൊക്കെ അല്ലേ ഒരു സന്തോഷം അല്ലേ? നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് അറിയാം, ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് എല്ലാ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിയിരിക്കുവാണ്. അപ്പൊ ശരി, ഇത് കണ്ടോ ഗുണ്ട, ഗുണ്ടയാണല്ലോ ഇതിപ്പോ. ഈ മുട്ടേന്ന് വരുന്നതിന് മുമ്പ് ഗുണ്ട കളിക്കുന്ന നോക്കിയാ. പശുക്കുഞ്ഞിന്റെ ധൈര്യം കൊണ്ടോ ഇത്രയും വലിയ പൂച്ചേനെ പോയിട്ട് അടിക്കാൻ പോകുന്നു നോക്കി. ശരിക്കും ഇത്തിരി ഗുണ്ട തന്നെയാണ് കേട്ടോ പൂച്ച. പക്ഷെ ഈ കുഞ്ഞിനോട് ഭയങ്കര ദയാണ്. പക്ഷെ മറ്റേ പക്ഷീനെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. അതാണ് ഇത്. ആദ്യം മുതലേ കരയുന്ന കണ്ടിട്ട് ഇതിനോട് ഭയങ്കര സഹതാപവും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. ഇതിനൊന്നും ചെയ്യത്തില്ല. മറ്റേതിന് ശത്രുവായിട്ടാണ്. അതുകൊണ്ട് അതിനെ വെറുതെ വിടുന്നത്.